ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ ആതിര. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. എന്താണ് യോഗ, എന്തിനാണ് യോഗ? നമുക്ക് സിമ്പിളായിട്ട് പറയാം. എന്തിനാണ് കാർ ഇൻഷുറൻസ്? അപകടം വരുന്ന മുൻകൂട്ടി കണ്ട് നമ്മുടെ കാറിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എടുക്കുന്ന പകുതി പോലും നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്നില്ല. അതാണ് ഈ യോഗ. 5000 വർഷം പഴക്കമുള്ള നമ്മളെ യോഗയെ വിദേശ പൗരന്മാർ അടിച്ചുമാറ്റിക്കൊണ്ടുപോയി അവരവിടെ പ്രയോഗിച്ച് അവർക്കത് ബെറ്ററാന്ന് തോന്നി അവർ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തവരാണ് നമ്മൾ. കാരണം നമ്മളെ രാജ്യത്തു നിന്നാണ് അവരത് അടിച്ചുമാറ്റിക്കൊണ്ടുപോയ സുഹൃത്തുക്കളെ. അതിനൊരു ഉത്തരേ ഉള്ളൂ, നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. അതാണ് മെയിൻ കാരണം. യോഗ എന്തിന്, എന്തുകൊണ്ട്, എങ്ങനെയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും യോഗ ഒഴിവാക്കത്തില്ല. യോഗ എന്നാലേ കൂടിച്ചേരുക എന്നാണ് മീനിങ് വരുന്നത്. അതായത് നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ വാക്കും പ്രവൃത്തിയും ഇവിടെ കൂടിച്ചേരുന്നു. അതാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ യോഗ എന്ന് പറയുന്നത് കുട്ടികളിൽ എത്രത്തോളം പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതായത് നമ്മൾ കുട്ടികളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പഠിക്കുക എന്നാണ്. ആ പഠിക്കാൻ അവർക്ക് മനസ്സുണ്ടാവണം. മനസ്സെന്ന് പറയുന്നത് ആ താല്പര്യം ഉണ്ടാവണം. ആ താല്പര്യം ഉണ്ടാകുന്നത് മനസ്സിൽ നിന്ന് തന്നെയാണ്. അവർക്ക് ആ മനസ്സുണ്ടാകുമ്പോഴേ അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ഡിസിപ്ലിൻ ഉണ്ടാകുന്നു, അവർക്ക് പഠിക്കുന്ന കാര്യങ്ങൾ വേഗം ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുന്നു, പിന്നെ സ്നേഹത്തോട് സംസാരിക്കാൻ സാധിക്കുന്നു, സഹജീവി മനോഭാവം ഉണ്ടാകുന്നു. അങ്ങനെ പല മാറ്റങ്ങളും നമ്മുടെ കുട്ടികളുണ്ടാകുന്നു. ഇതൊക്കെ ഉണ്ടാകുന്നത് യോഗ മുഖാന്തരം തന്നെയാണ് കേട്ടോ. നമ്മുടെ കുട്ടികളെ നല്ല ആരോഗ്യത്തോടും മനസ്സോടെ ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ? നമ്മുടെ കുട്ടികളിലെ ഒരിക്കലും തെറ്റായ ആരോഗ്യ രീതി അടിച്ചേൽപ്പിക്കാതിരിക്കുക. കാരണം അവരാണ് അടുത്ത സമൂഹം, അവരാണ് അടുത്ത പ്രതീക്ഷ, അവരാണ് നമ്മുടെ ലോകം. ഓക്കെ, ഔട്ട് ഓഫ് ലവ് വിത്ത് ആദി.